ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. തേങ്ങ അതേപോലെ തേങ്ങാപ്പാല ഒന്നും എടുക്കണ്ട. നല്ല കുറുകുറാന്നിരിക്കണ നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി മീൻ കറി. ഏത് മീൻ വെച്ചിട്ടും നമുക്കത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചാള മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ മീൻ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ മീൻ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈ മീൻ കറി ചെയ്യാമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നല്ല എളുപ്പമാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്താൽ മതിയിട്ട്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു തക്കാളി, ഒരു നല്ല പഴുത്ത തക്കാളിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് മുരിഞ്ഞ് പോകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേർന്നാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളകും പൊടിയും പിന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുണ്ട് ഉള്ളത്. അതൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി സവോള ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ഈ കൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ പൊടികളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് എത്ര മീൻ കറിക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടപ്പുളിയും ചേർത്ത് കൊടുക്കുക, കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അത് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ, ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചാളേനെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ആ മീനൊന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലോണം തിളച്ചോട്ടെ, മീനൊന്ന് വെന്ത് വന്നോട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. മീനിലേക്കുള്ള ഉപ്പും ആ കറിയിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ചിട്ട് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായി തിളച്ചിട്ട് കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാനുണ്ട്. അതിനിപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4-5 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ ചുവന്നുള്ളി. അതിന് ശേഷം നമുക്ക് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് ചാറ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിപൊളി സൂപ്പർ ടേസ്റ്റിലെ മീൻ കറി റെഡി.